അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഹസമൂഹും ബിഇദ്നില്ലാഹി വഖതല ദാവൂദു ജാലൂത വആതാഹുല്ലാഹുൽ മുൽക വൽ ഹിക്മത വഅല്ലമഹു മിമ്മാ യശാ വലൗലാ ദഫഉല്ലാഹി الناس ബഅളഹും ബിബഅളിൻ ലഫസദത്തിൽ അർളു വലാകിന്നല്ലാഹ ദൂ ഫളിലിൻ അലൽ ആലമീൻ. സ്വദഖല്ലാഹുൽ അലിയ്യുൽ അളീം. ദാവൂദ് അലൈഹിസ്സലാം ഗോലിയാത്തിനെ വധിച്ചതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. വഖതല ദാവൂദ് ജാലൂത്ത്. ദാവൂദ് അലൈഹിസ്സലാം ജാലൂത്തിനെ വധിച്ചു. അള്ളാഹു പറഞ്ഞു ഫഹസമൂഹും ബിഇദ്നില്ല, അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടെ അവരെ തോൽപ്പിച്ചു. അഥവാ ഇസ്രായേലിയർ, ശൗലിൻ്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേലിയർ ഫിലിസ്തീനെ തോൽപ്പിച്ചു. ആ യുദ്ധത്തിലാണ് ദാവൂദ് അലൈഹിസ്സലാം ജാലൂത്തിനെ അഥവാ ഗോലിയാത്തിനെ വധിക്കുന്നത്. അള്ളാഹു പറയുന്നു വാത്താഹുല്ലാഹുൽ മുൽക വൽ ഹിക്മത വഅല്ലമഹു മിമ്മാ യശാ. അള്ളാഹു അദ്ദേഹത്തിന് ആധിപത്യം നൽകി, അള്ളാഹു അദ്ദേഹത്തിന് ഹിക്മത്ത് നൽകി, അദ്ദേഹത്തിന് അവൻ ഉദ്ദേശിച്ചതൊക്കെ പഠിപ്പിക്കുകയും ചെയ്തു. ദാവൂദ് അലൈഹിസ്സലാമിന് ബനു ഇസ്രായേലിലെ അടുത്ത രാജാവ് അദ്ദേഹമായിരുന്നു ശൗലിന് ശേഷം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ബൈബിളിൽ ശൗലും ദാവൂദും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. ശൗലിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഭാഗമാണ് ശമൂവേൽ പുസ്തകത്തിൽ പിന്നീട് വരുന്നത്. അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാമിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ദാവൂദ് അലൈഹിസ്സലാമിനെ വലിയൊരു രാജാവായിട്ട് ഉയർത്തിക്കാണിക്കാൻ വേണ്ടി ശൗലിനെ നെഗറ്റീവായിട്ട് ചിത്രീകരിച്ചതാണ് എന്ന് ക്രിറ്റിക്കൽ ഹിസ്റ്റോറിയൻസൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെയൊന്നും വിശദാംശങ്ങൾ നമുക്കിവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അള്ളാഹു പറയുന്നു വലൗലാ ദഫഉല്ലാഹിൻ നാസ ബഅളഹും ബിബഅളിൻ. അള്ളാഹു ജനങ്ങളെ പ്രതിരോധിക്കുന്നില്ലെങ്കിൽ, ജനങ്ങളെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ, ചിലരിൽ നിന്ന് അള്ളാഹു തടയുന്നില്ലെങ്കിൽ ലഫസദത്തിൽ അർളു, ഭൂമിയിൽ ഫസാദുണ്ടാകും. വലാകിന്നല്ലാഹ ദൂ ഫളിലിൻ അലൽ ആലമീൻ. എന്നാൽ അള്ളാഹു മനുഷ്യരോട്, എല്ലാ മനുഷ്യരോടും അങ്ങേയറ്റം ഔദാര്യമുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ചിലരുടെ ഷറിൽ നിന്ന്, ചിലരുടെ ഫസാദിൽ നിന്ന് മറ്റുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു യുദ്ധത്തിനുള്ള കൽപ്പന നൽകുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരെ അള്ളാഹു സഹായിക്കുന്നു. അവർക്ക് അള്ളാഹു വിജയം നൽകുന്നു. അങ്ങനെ അള്ളാഹു ഫസാദിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നു. ബനു ഇസ്രായേലരെ അള്ളാഹുവിൻ്റെ പുതിയ ശരീഅത്തിലേക്ക് ക്ഷണിക്കുകയും ഖിബില മാറ്റത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിന് വേണ്ടി സാക്ഷി നിൽക്കുന്ന ഒരു സമുദായത്തെക്കുറിച്ച് പറയുകയും പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധത്തെക്കുറിച്ചുമാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയിലാണ് മറ്റു കുറേ കാര്യങ്ങൾ വന്നത്. വീണ്ടും അതിലേക്ക് തിരിച്ചു വന്നതാണ്. അള്ളാഹു അനുവാദം നൽകിയ യുദ്ധം ഫസാദ് ഉണ്ടാക്കുന്നവരോടുള്ള യുദ്ധമാണ്. ഇതിനെക്കുറിച്ച് സൂറ അൽ ഹജ്ജിൽ ഖിതാലുമായി ബന്ധപ്പെട്ട ആയത്ത്, ഖിതാലുമായി ബന്ധപ്പെട്ട് ആദ്യം ഇറങ്ങിയ ആയത്ത് എന്ന് ഖതാദ റഹ്മത്തുള്ളാഹി പോലെയുള്ള ആളുകൾ പറഞ്ഞ ആയത്ത് 39-40 ആയത്തുകൾ. അതിൽ പറയുന്നത് ഉദിനലില്ലദീന യുഖാത്തിലൂന ബി അന്നഹും ദുലിമു. ആക്രമിക്കപ്പെട്ടത് കാരണം യുദ്ധത്തിന് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ്. അള്ളാഹു സഹായിക്കാൻ കഴിവുള്ളവനാണ്. വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം. അവർ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. ബിഗൈരി ഹക്കിൻ. അന്യായമായ രീതിയിൽ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആണ് എന്ന് പറഞ്ഞതിനാൽ ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്. എന്നിട്ട് പറയുന്നത് വലൗലാ ദഫഉല്ലാഹിൻ നാസ ബഅളഹും ബിബഅളിൻ. അള്ളാഹു ചിലർക്കെതിരെ ചിലരെ തടയുന്നില്ലെങ്കിൽ, നമ്മൾ സൂറ ബഖറയിൽ പറഞ്ഞ ആയത്തിൽ പറയുന്ന അതേ ശൈലിയിൽ തന്നെ
ചിലരെ അള്ളാഹു ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നില്ലെങ്കിൽ അള്ളാഹു പറയുന്നു ലഹുദ്ദിമത്ത് സ്വവാമിയോ, ഒരുപാട് മഠങ്ങൾ തകർക്കപ്പെടും, തകർന്ന് നാമാവിശേഷമാകും. ബിയഉൻ, അതുപോലെ ചർച്ചുകളും നാമാവിശേഷമാകും. സ്വലവാത്തുൻ, സിനഗോഗുകളും നാമാവിശേഷമാകും. മസാജിദു യുദ്കറു ഫീ ഹസ്മുല്ലാഹി കഥീറ, അള്ളാഹു ധാരാളമായി സ്മരിക്കപ്പെടുന്ന മസ്ജിദുകളും നാമാവിശേഷമാകും. വലയൻസുറന്നല്ലാഹു മൻ യൻസുറുഹു, അള്ളാഹുവിനെ സഹായിക്കുന്നവരെ അള്ളാഹു തീർച്ചയായിട്ടും സഹായിക്കുന്നു. അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ദീനനുസരിച്ച്, അവൻ്റെ കൽപ്പനകളനുസരിച്ച് അവൻ്റെ ഉത്തമദാസരായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അവരെ അള്ളാഹു സഹായിക്കും. ഇന്നല്ലാഹ ല ഖവിയ്യുൻ അസീസ്, അള്ളാഹു മൈറ്റിയാണ്, പവർഫുള്ളാണ്. ഇവിടെ യുദ്ധത്തിന് അനുവാദം നൽകപ്പെട്ട സംഗതി പറയുമ്പോൾ അള്ളാഹു പറഞ്ഞത് ജനങ്ങളിൽ ചിലരിൽ നിന്നും അള്ളാഹു തടഞ്ഞു നിർത്തുന്നു എന്നാണ്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ മസ്ജിദുകളും സിനഗോഗുകളും ചർച്ചുകളും മഠങ്ങളുമെല്ലാം നാമാവിശേഷമാകും. അത് വലിയ ഫസാദാണ്. അതിനെ മൊത്തത്തിൽ തടയാൻ വേണ്ടിയാണ് അള്ളാഹു യുദ്ധം നിയമമാക്കിയത്. ഇങ്ങനെ അള്ളാഹു മുഹമ്മദ് നബിക്ക് യുദ്ധം നിയമമാക്കിയത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. നേരത്തെ തന്നെ നിങ്ങളുടെ പ്രവാചകരും നിങ്ങളുടെ രാജാക്കന്മാരും യുദ്ധം ചെയ്തിട്ടുണ്ട്. അള്ളാഹു നിയമമാക്കിയതാണ്. അള്ളാഹു അവരോട് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചതാണ്. അവർ യുദ്ധം ചെയ്ത് ഫസാദ് ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, യുദ്ധത്തിൽ വധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതേ പ്രവാചക പാരമ്പര്യത്തിൽ വരുന്ന ഈ ഒരു പ്രവാചകനും ഫസാദ് ഉണ്ടാക്കുന്നവരോട് യുദ്ധം ചെയ്യും എന്ന ഒരു സൂചന ഈ ആയത്തുകളിൽ നമുക്ക് കാണാം. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, തിൽക്ക ആയാത്തുല്ലാഹി നത്ലൂഹ അലൈക ബിൽ ഹക്ക്, ഇത് അള്ളാഹുവിൻ്റെ ആയത്തുകളാണ്, താങ്കൾക്ക് ഓതിക്കേൾപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ ആയത്തുകളാണ്. ബിൽ ഹക്ക്, ഹക്കോടുകൂടെ ഓതിക്കേൾപ്പിക്കപ്പെടുന്ന ആയത്തുകളാണ്. ഇന്നക മിനൽ മുർസലീൻ, തീർച്ചയായിട്ടും താങ്കളും ദൂതരിൽപ്പെട്ടവനാണ്. അതുകൊണ്ട് താങ്കൾക്ക് അവതരിക്കപ്പെടുന്ന ആയത്തുകളാണ്. ഇത് സത്യസന്ധമായ ആയത്തുകളാണ്. പ്രവാചകനായതുകൊണ്ട് തന്നെ ഇതിലൊരു അത്ഭുതമില്ല. താങ്കളും ഒരു പ്രവാചകനാണ്. തിൽക്കർ റുസുലു ഫല്ലൽന ബഅലഹും അലാ ബഅലിൻ മിൻഹും മൻ കല്ലമല്ലാഹ്, ഇതൊക്കെ പ്രവാചകരാണ്, ഇതൊക്കെ ദൂതന്മാരാണ്. ഫല്ലൽന ബഅലഹും അലാ ബഅലിൻ, ചിലർക്ക് ചിലരെക്കാൾ അള്ളാഹു ഫളീലത്ത് നൽകിയിട്ടുണ്ട്, ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. മിൻഹും മൻ കല്ലമല്ലാഹ്, അതിൽ അള്ളാഹുവോട് സംസാരിച്ചവനുണ്ട്. അങ്ങനെ ചിലർക്ക് ചിലരെക്കാൾ അള്ളാഹു ഫളീലത്ത് നൽകിയിട്ടുണ്ട്. വറഫഅ ബഅലഹും ദറജാത്ത്, ചിലരേക്കാൾ ചിലർക്ക് ദറജ, പദവികൾ അള്ളാഹു ഉയർത്തിയിട്ടുണ്ട്. മോശയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ആളായിട്ട് യഹൂദർ കാണുന്നത്. അതുപോലെ ഈസാ അലൈഹി സ്വലാമിനെയാണല്ലോ ദൈവത്തിൽ പോലും പങ്കുള്ള ആളായിട്ട് ക്രൈസ്തവർ കാണുന്നത്. അള്ളാഹു പറയുന്നു, ചിലർക്ക് ചിലരേക്കാൾ ശ്രേഷ്ഠത അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിൽ അള്ളാഹുവോട് സംസാരിച്ചവനുണ്ട്, അത് മൂസ അലൈഹി സ്വലാമാണ്. അതിനെക്കുറിച്ച് ഇബ്നു അഷൂർ റഹ്മത്തുള്ളാഹി പറയുന്നു, തക്ലീമുല്ലാഹി മൂസ, മൂസയോടുള്ള അള്ളാഹുവിൻ്റെ സംസാരം ഹുവ മാ ഔഹാഹു ഇലൈഹി ബിദൂനി വാസിത്തത്തി ജിബ്രീൽ, ജിബ്രീൽ എന്ന മീഡിയമില്ലാതെ, ജിബ്രീലിൻ്റെ മാധ്യമമില്ലാതെ നേരിട്ട് നൽകിയ വഹിയാണ്. അള്ളാഹു സംസാരത്തെ, സൗണ്ടിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മൂസയ്ക്ക് കേൾപ്പിച്ചതാണ്. അതിനെയാണ് അള്ളാഹു മൂസയോട് സംസാരിച്ചു എന്ന് പറഞ്ഞത്. അങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള ശബ്ദം നേരിട്ട് കേട്ട മൂസയുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വാത്തൈന ഈസ ബിന മറിയം അൽ ബയ്യനാത്ത്, മറിയമിൻ്റെ പുത്രനായ ഈസക്ക് അൽ ബയ്യനാത്ത് നൽകിയിട്ടുണ്ട്. അൽ ബയ്യനാത്ത് എന്ന് പറഞ്ഞാൽ ഹിയ അൽ മുഅ്ജിസാത്തുൽ ലാഹിറത്തുൽ ബയ്യന, വ്യക്തമായ പ്രത്യക്ഷമായ മുഅ്ജിസത്തുകളാണ്. അയ്യദ്നാഹു ബി റൂഹിൽ ഖുദുസ്, റൂഹുൽ ഖുദുസിനാൽ അദ്ദേഹത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. റൂഹുൽ ഖുദുസ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാം, മുമ്പ് നമ്മൾ വിശദീകരിച്ചതാണ്. ഖുർആൻ ഇറക്കിയതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഖുൽ നസ്സലഹു റൂഹുൽ ഖുദുസി മിർ റബ്ബിക ബിൽ ഹക്ക്, ഹക്കോടുകൂടെ റബ്ബിൽ നിന്ന്, നിൻ്റെ റബ്ബിൽ നിന്ന് അതിനെ ഇറക്കിയത് റൂഹുൽ ഖുദുസാണ് എന്ന് ഖുർആനെക്കുറിച്ച് തന്നെ ഖുർആൻ പറയുന്നുണ്ട്. അവിടെ റൂഹുൽ ഖുദുസ് ജിബ്രീൽ അലൈഹിസ്സലാമാണ്, ഇവിടെയും ജിബ്രീലാണ്. റൂഹ് എന്ന് വഹീന് പറയും, വഹീ കൊണ്ടുവരുന്ന മലക്കിനും പറയും. റൂഹുൽ ഖുദുസിനാൽ
ഈസാ അലൈഹിസ്സലാമിനെ ശക്തിപ്പെടുത്തിയതിനെക്കുറിച്ച് സൂറ അൽ മാഇദയിൽ പറയുന്നുണ്ട്. ഇത് ഖാലല്ലാഹു യാ ഈസ ഇബ്നു മറിയം എന്ന് തുടങ്ങുന്ന ആയത്തിൽ അള്ളാഹു മറിയമിൻ്റെ പുത്രനോട് പറയുന്നത്, ഇദ്കുർ നിഅമതി അലൈക വഅലാ വാലിദതിക, താങ്കൾക്കും താങ്കളുടെ ഉമ്മാക്കും ഉണ്ടായ എൻ്റെ നിഅമത്തുകളെ ഓർക്കുക. ഇത് അയ്യത്തുക ബി റൂഹിൽ ഖുദുസ്, റൂഹുൽ ഖുദുസിനാൽ താങ്കളെ ശക്തിപ്പെടുത്തിയപ്പോൾ താങ്കൾ എന്തൊക്കെയാണ് റൂഹുൽ ഖുദുസിൻ്റെ സഹായത്താൽ ചെയ്തത്? തുകല്ലിമുന്നാസ ഫിൽ മഹ്ദി വ കഹില, തൊട്ടില്ലായപ്പോഴും ബാല്യത്തിലൊക്കെ ജനങ്ങളോട് സംസാരിച്ചത്. വൈദ് അല്ലം തുക്കൽ കിതാബ് താങ്കളെ പഠിപ്പിച്ചത്. വൽ ഹിക്മത്ത് പഠിപ്പിച്ചത്, അതായത് വത്തൗറാത്ത വല്ലിഞ്ചീൽ, തൗറാത്തും ഇഞ്ചീലും പഠിപ്പിച്ചത്. വൈദ് തഹ്ലുക്കുമിനത്വീനിക്ക ഹയ്യത്തി ത്വൈരി ഇതിനി, എൻ്റെ ഇതിനോടുകൂടെ കളിമണ്ണിൽ നിന്ന് ഒരു പക്ഷിയുടെ രൂപം ഉണ്ടാക്കുകയും ഫതൻഫുഹു ഫിഹ ഫതക്കൂനു ത്വൈറം ബീദിനി, അതിൽ താങ്കൾ ഊതുകയും അതൊരു പക്ഷിയായി എൻ്റെ ഇതിനോടുകൂടെ എൻ്റെ അനുവാദത്തോടുകൂടെ ആവുകയും ചെയ്തപ്പോൾ, അതുപോലെ വതുബിരിയുൽ അക്മഹ വൽ അബ്റസ ബീദിനി, എൻ്റെ അനുവാദത്തോടുകൂടെ അന്ധനെയും കുഷ്ഠരോഗിയെയും താങ്കൾ സുഖപ്പെടുത്തിയത്. വൈദ് തുഹ്രിജുൽ മൗത്താ ബീദിനി, മരിച്ച ആളെ താങ്കൾ ഉയർത്തെഴുന്നേൽപ്പിച്ചത് എൻ്റെ അനുവാദത്തോടുകൂടെ. വൈദ് കഫഫ്തു ബനി ഇസ്രായേൽ അങ്ക, താങ്കളിൽ നിന്ന് ബനു ഇസ്രായേലിനെ തടഞ്ഞത്, അള്ളാഹു തടഞ്ഞത്. ഇത് ജിഅ്തഹും ബിൽ ബയ്യിനാത്ത്, ഇത്തരത്തിലുള്ള അത്ഭുതകരമായ സംഗതികളൊക്കെ നൽകിയപ്പോൾ ഫഖാലല്ലദീന കഫറു മിൻഹും, അവരിലുള്ള നിഷേധികൾ പറഞ്ഞു, ഇൻ ഹാദാ ഇല്ലാ സിഹറു മുബീൻ, ഇത് വളരെ പ്ലെയിനായിട്ടുള്ള മാജിക്കാണ് എന്ന് പറഞ്ഞു. ഈസാ അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ അൽ ബയ്യിനാത്ത് ഇതൊക്കെയാണ്, ഇങ്ങനെയുള്ള അത്ഭുതകരമായ കാര്യങ്ങളാണ്. അതൊക്കെ ഈസാ അലൈഹിസ്സലാമിന് നൽകി. അവർ പറയുന്നു ഈസയാണ് ഏറ്റവും വലുത്, ദൈവത്തിൻ്റെ ഒരു പാർട്ടാണ്. യഹൂദർ പറയുന്നു മൂസയാണ് ഏറ്റവും വലുത്. യഥാർത്ഥത്തിൽ അള്ളാഹു ചിലർക്ക് ചിലരേക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. അത് വ്യത്യസ്തമായ രീതിയിലാണ്. അള്ളാഹു ഒരാളോട് സംസാരിച്ചു, വേറൊരാൾക്ക് വേറെ ചിലത് നൽകി. ദാവൂദ് അലൈഹിസ്സലാമിന് വേറെ ചിലത് നൽകി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ നബിമാർക്കും ഓരോ തരത്തിലുള്ള ബഹുമതികൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. മുഹമ്മദ് നബിക്ക് നൽകിയത് അദ്ദേഹം പ്രവാചകത്വത്തിൻ്റെ ഒരു സീലാണ് എന്നുള്ളതാണ്, ഒരു കൺക്ലൂഡിങ് പ്രൊഫറ്റാണ് എന്നുള്ളതാണ്. അത് വലിയൊരു ശ്രേഷ്ഠതയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അങ്ങനെ അള്ളാഹു ചിലരെക്കാൾ ഫളീലത്തുള്ളവരാക്കിയിട്ടുണ്ട്. വലൗ ഷാ അല്ലാഹു മഖ്തതലല്ലദീന മിൻ ബഅദി മാ ജാഅതുഹുൽ ബയ്യിനാത്ത്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർക്ക് ശേഷം ബയ്യിനാത്ത്, വ്യക്തമായ സത്യങ്ങൾ അവർക്ക് വന്നു കിട്ടിയതിനും ശേഷം അവർ പോരടിക്കുമായിരുന്നില്ല. വലാക്കിൻ ഇഖ്തലഫു, എന്നാൽ അവർ ഭിന്നിച്ചു. ഫമിൻഹും മന്നാമന വമിൻഹും മൻ കഫറ, അതിൽ ഈമാനുള്ളവരും കുഫറുള്ളവരുമുണ്ട്. വലൗ ഷാ അല്ലാഹു മഖ്തതലു, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർ പോരടിക്കുമായിരുന്നില്ല. വലാക്കിൻ അല്ലാഹ യഫ്അലു മാ യുരീദ്, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു. പരസ്പരം പോരടിക്കുന്നതിനെക്കുറിച്ചാണ് ഇഖ്തതല എന്ന് പറഞ്ഞത്. അത് സത്യവും അസത്യവും തമ്മിലുള്ള യുദ്ധമല്ല, പരസ്പരമുള്ള കലഹമാണ്. അന്യായമായ രീതിയിലുള്ള പരസ്പരമുള്ള കലഹം. അവരങ്ങനെ പരസ്പരം കലഹിക്കുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർ കലഹിക്കുമായിരുന്നില്ല. അവരുടെ ഇടയിൽ ഇഖ്തിലാഫ് ഉണ്ടായി, അള്ളാഹു അതിനെ അങ്ങനെ വിട്ടു. ഇവരൊക്കെ പ്രവാചകരായിരുന്നു. ഈ വന്ന ആളുകളൊക്കെ ഒരേപോലെയുള്ള പ്രവാചകരാണ്, അവർക്കിടയിൽ ഫർക്കില്ല. താങ്കളും ഒരു പ്രവാചകനാണ്. ഈ പറയപ്പെടുന്ന ആളുകളൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്, ഫസാദിനെതിരെ നിലകൊണ്ടവരാണ്. താങ്കളും ഫസാദിനെതിരെ യുദ്ധം ചെയ്യുന്നവനാണ് എന്നുള്ള ഒരു കാര്യമാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധവും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഇൻഫാക്കുമൊക്കെയാണ് ഈ ഭാഗങ്ങളിലൊക്കെ അള്ളാഹു പറയുന്നത്. അടുത്ത ആയത്തിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഈമാനുള്ളവരെ, ട്രസ്റ്റുള്ളവരെ, അള്ളാഹുവിലും പ്രവാചകരിലുമൊക്കെ ഈമാനുള്ള വിശ്വാസമുള്ള ട്രസ്റ്റുള്ള ആളുകളെ, അൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കൂ, മിമ്മാ റസഖ്നാക്കും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്, മിൻ ഖബ്ലി അൻ യഅ്തിയ യൗമൻ, ഒരു നാൾ വന്നെത്തുന്നതിന് മുമ്പായിട്ട്. അന്നത്തെ നാളിൻ്റെ പ്രത്യേകത എന്താണ്? ലാ ബൈഉൻ ഫീ, അതിൽ യാതൊരു ബാർഗെയിനിങ്ങും നടക്കില്ല. വലാ ഹുല്ലത്തുൻ വലാ ഷഫാ, യാതൊരു ഫ്രണ്ട്ഷിപ്പോ സൗഹൃദമോ ഒന്നും ഉണ്ടാവില്ല. വലാ ഷഫാഅത്തുൻ, ശുപാർശയും ഉണ്ടാവില്ല. വൽ കാഫിറൂന ഹുമുല്ലാലിമൂൻ, കാഫിറുകൾ തന്നെയാണ് അക്രമികൾ. അവർ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ലെങ്കിൽ വാദിക്കുന്നത് പോലെയുള്ള ശുപാർശയോ സൗഹൃദമോ ഒന്നുമില്ലാത്ത ഒരു നാൾ വന്നെത്തുന്നതിന് മുമ്പായിട്ട്
നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കൂ എന്ന് വിശ്വാസികളെ വിളിച്ച് അള്ളാഹു പറയുകയാണ്. അടുത്ത ആയത്ത് ആയത്തുൽ കുർസിയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. വാഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.